Hello everyone, welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈദ് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ആണ് ട്ടോ. മേക്കപ്പ് ലുക്കും ഹെയർ സ്റ്റൈലും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് സെറ്റപ്പ് ആവുന്നതെന്ന്. ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ മൈക്കില്ല, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നല്ല മഴയാണ് പുറത്ത്, അപ്പോൾ അതിൻ്റെ കരകര സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. സോ ഞാൻ അങ്ങനെ പറയുന്നില്ല, ഞാൻ എക്സ്ട്രാ ഓഡിയോ ആണ് കേട്ടോ കൊടുക്കുന്നത്. പറഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, പക്ഷെ പറയും. ചെയ്യുന്നതിൻ്റെ ഒപ്പം പറയണില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഹലോ ഐ എം ശില്പ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ബെല്ലിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇട്ടാലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് എത്തുള്ളൂ. ഞാൻ ഇടുന്ന കുറേ കോണ്ടൻറ്റ്സും നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ടൈമിന് എത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ കൂടുതലും അപ്ഡേറ്റ്സും കാര്യങ്ങളും പ്രോഡക്റ്റ് റിവ്യൂസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഈവൻ നമ്മുടെ Q&Aയുടെ കാര്യമെല്ലാം ഞാൻ അതിലാണ് ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾക്കത് പെട്ടെന്ന് അറിയാനായിട്ടൊരു ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ യെസ്, അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ, അപ്പോൾ നമ്മളായി തന്നെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഡേഗ ഓർഗാനിക്സിൻ്റെ ഒരു ടോണറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഡീപ്ലി പെനിട്രേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് വൈൽഡ് ഓർഗാനിക് ഹോം എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലത്തെ മോയ്സ്ചറൈസറാണ്. ഇതൊരു നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കണ്ട് നോക്കണം. ഇനി ഞാൻ കുറച്ച് ഓയിൽ ഇടാൻ പോവുകയാണ്. ഇത് ബയോ ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു ഓയിൽസിൻ്റെ വീഡിയോ ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. സോ ഇതൊരു ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് സ്മിറ്റണിൽ നിന്ന് ഫ്രീ ട്രയൽ കിട്ടിയതാണ്. 1000 റുപ്പീസാണ് അതിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നൈബയുടെ ഒരു പ്രൈമറാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ സട്ടിലായിട്ടൊരു ലുക്കാണ്. ഇപ്പം ഞാൻ ഈ ലാക്മയുടെ ഒരു ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. അത് കുറച്ചിട്ടിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യുകയാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീലർ ഇടുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൺസീലർ എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിലും അവിടെയൊക്കെ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് അത് അവിടെ തന്നെ കീപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാൻ കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ളൊരു കൺസീലർ വെച്ചിട്ട് കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ഇടാണ്. സോ ദാറ്റ് നമ്മൾ ഐഷാഡോ ഇടുമ്പോൾ നല്ല പിഗ്മെൻറ്റേഷനിൽ വരും. കാരണം നമ്മൾ ഐഷാഡോയിലാണ് ഇന്നധികം പണിയെടുക്കാൻ പോകുന്നത്. മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ കുറേയും കൂടെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ലുക്സാണ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പൗഡർ വെച്ച് സെറ്റ് ചെയ്തു. എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഇതൊരു അടിപൊളി പാലറ്റാണ്. ഇത് നിക്കാക്കെ എന്ന് പറഞ്ഞിട്ടൊരു പാലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെഡ് പോയ്സൺ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ. അപ്പോൾ ഞാൻ ഇതിലത്തെ ഒരു ഡാർക്ക് കളർ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ ഔട്ടർ ഏരിയയിൽ ഇടുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഉള്ളിലേക്ക് കൊടുക്കുക. ഉള്ളിലേക്ക് കൊടുക്കരുത്, ഔട്ടറിൽ മാത്രം ഇടുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ലൈറ്റർ ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ തൊട്ട് ഉള്ളിലേക്ക്, അതായത് മിഡിൽ പോർഷനിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുകയാണ്. ഞാൻ മുകളിലേക്കൊന്നും കയറ്റുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ ലൈറ്റാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതന്നെ ഞാൻ താഴത്തേക്കും വലിക്കുകയാണ്. അതിനുശേഷം അതിലുള്ളൊരു വൈറ്റ് അല്ല, പീച്ച് അല്ല, സ്കിൻ കളറല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഉള്ളിൽ, അതായത് നമ്മുടെ ഇന്നർ കോർണേഴ്സിൽ ഇടുകയാണ്. നമുക്കൊരു നല്ല ഗ്ലിറ്ററി ഷൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊരു റെഡി ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ട് പിക്ക് ചെയ്തിട്ട് വെച്ചു. ഇനിയാണ് നമ്മുടെ ബ്ലൂ കളർ ലൈനർ. ഇത് ബ്ലൂ ഹെവനിൻ്റെ ഒരു ലൈനറാണ്. ആക്ച്വലി ഇത് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഞാൻ വെച്ച് കൊള്ളത്തില്ലാന്ന്. പിന്നെ ഈ അടുത്താണ് മനസ്സിലായത് അത് ഡ്രൈ ആവാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന്. അതെന്തായാലും നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വിടണം, അല്ലെങ്കിൽ അതിന് പിഗ്മെൻറ്റേഷൻ വരില്ല. അപ്പോൾ നല്ലൊരു, ഇപ്പോൾ നോക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. ഇതിന് വളരെ ചീപ്പുമാണ്. 100ൻ്റെ അടുത്ത് എന്താ വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് എഴുതി താഴത്തേക്കും വലിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഹൈലൈറ്ററോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ കുറച്ച് ഐഷാഡോ ആണ് എടുത്തത്. നമ്മുടെ ഒരു ആ പോർഷനിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്ന ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുക. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് കൺസീലർ ഇടുന്നില്ലല്ലോ. ഇനി അതിന് ശേഷം ഞാൻ കുറച്ച് പൗഡർ എടുത്തിട്ട് ഫേസിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം. അതിന് ശേഷം ഞാൻ കുറച്ച് കോണ്ടൂർ എടുക്കണം. വളരെ കുറവാണ് ഇടുന്നത്. മുന്നത്തേക്ക് വീഡിയോയിൽ ഇട്ട പോലെ കുറേയൊന്നും ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ബ്ലഷ് എടുത്തിടുകയാണ്. ഇതൊരു മറ്റേ പിങ്ക് കളറൊന്നുമല്ല, നല്ലൊരു കുറച്ചൊരു പിങ്കിഷ് വേറെ ഷെയ്ഡാണ്. ഇനി ഞാൻ കണ്ണിന് കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കേളിയാണ്. കേൾ ചെയ്തതിന് ശേഷം ഞാൻ മേബലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാര വെച്ചിട്ട് ചെയ്യുകയാണ്. ഇതൊരു അടിപൊളി മസ്കാരയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഞാൻ ഒരു നൈക്ക ഹോളിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടും. ഇനി അതിന് ശേഷം ഞാൻ എൻ്റെ ബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഞാൻ ബ്രോസ് ത്രെഡും ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ലുക്കാണ്, നോട്ട് ഡ്രമാറ്റിക്. പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് അവസാനം. പക്ഷേ ഇത് ശരിക്കും ചെയ്യുമ്പോൾ നല്ല ഒരു എഫക്റ്റിൽ തന്നെ വരും. ഇനി ഞാൻ കുറച്ച് SQൻ്റെ ഹൈലൈറ്റർ ഇടാണ്. എൻ്റെ ഫേവറേറ്റ് ഷുഗറിൻ്റെയാണ്. പിന്നെ എല്ലാ വീഡിയോസിലും അത് കാണിച്ച് മടുത്തതുകൊണ്ടാണ് ഞാൻ ഇതിടുന്നത്. ഇത് കുറച്ചും കൂടി ഗ്ലിറ്ററിയാണ്. ഇനി അടുത്തത് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റോസ് പെറ്റൽ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ
ലാക്മേയുടെ ചോക്കോ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാർക്കർ ഷെയ്ഡ് ഇട്ടിട്ട് ഓംബ്രെ ലിപ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഹലോ എവ്രിവൺ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനത്തെ സംഭവം ഒന്നും ആദ്യം ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഞാൻ ഇങ്ങനത്തെ മേക്കപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം. പിന്നെ മുന്നേ പറഞ്ഞ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു മേക്കപ്പ് ലുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു വലിയ പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്കിങ്ങനെ എന്താ പറയുക ഒഴിച്ചു കൂട്ടാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് വീട്ടിലായാലും ആഘോഷിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഐസിൽ മാത്രം ഒരു ഫോക്കസ് കൊടുത്ത് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ വെക്കുന്ന സമയത്ത് ഓവറായിട്ട് നമുക്ക് എന്താ പറയുക ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഒരു ഏരിയയിലാണ് കുറച്ചും കൂടെ പണി ചെയ്തിട്ടുള്ളത്. ബാക്കി ലിപ്സൊക്കെ വളരെ സട്ടിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മേക്കപ്പ് ലുക്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയണം. എനിക്ക് ഈ ഒരു മേക്കപ്പ് ലുക്കിൽ ഏത് പോർഷനാണ് ഇഷ്ടമായത് എന്നോട് പറയണം കേട്ടോ. ഐസാണോ, ലിപ്സാണോ, ലൈക്ക് ഈ പോർഷനാണോ, കമ്മലാണോ, ഇതാണോ, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇഷ്ടമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം താഴെ കമൻറ്റ് ബോക്സിൽ. പിന്നെന്താണ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി ആൻഡ് ബൈ, ടേക്ക് കെയർ.